ദേവി. Oh, Ravi, you scared me. നീ എങ്ങനെ ഇവിടെ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇത് എന്റെ വീടല്ലേ? ഞാനല്ലേ അത് ചോദിക്കേണ്ടത്? രവി എങ്ങനെ കണ്ടുപിടിച്ചു ഈ വീട്? ഓ, ആ മെസ്സേജ് അത് കിട്ടിയല്ലേ? ഏത് മെസ്സേജ്? എന്താ രവി, ഇന്ന് രാവിലെ എന്നെ വിളിച്ചപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? എന്നെ ബോസ് എന്നൊക്കെ വിളിച്ച് പാർവതിക്ക് സുഖമില്ല. ഇല്ല, വരും, കുറച്ച് വൈകും. പാർവതിക്ക് നല്ല സുഖമില്ല. അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തോന്നി. സംതിങ് വാസ് ബഗ്ഗിങ് യു. കുറച്ച് കഴിഞ്ഞല്ലേ ഞാൻ ഈ വീടിന്റെ അഡ്രസ് മെസ്സേജ് ചെയ്തത്? അത് കഴിഞ്ഞ് ഞാൻ എത്ര തവണ വിളിച്ചു, നോ റെസ്പോൺസ്. എന്റെ കയ്യില് മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതി രവി ഇന്ന് വരില്ലെന്ന്. അതോ പാർവതിക്ക് കൊടുക്കാറുള്ളത് പോലെ എനിക്കൊരു സർപ്രൈസ്. അതായിരുന്നു പ്ലാൻ. എന്താ ഇത്ര നെർവസ് ആയിരിക്കുന്നേ? എന്റെ വീടായതുകൊണ്ടാണോ? ആളുകളെ ഭയന്ന് എത്ര കാലാ രവി നമ്മൾ ഒഴിഞ്ഞ ലിഫ്റ്റുകളിലും ഓഫീസിലെ റെസ്റ്റ് റൂമിലും ഒക്കെ എന്തൊക്കെയോ ബാക്കി വെച്ച് ഇന്നീ വീട് നമുക്ക് മാത്രമുള്ളത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ഇത്രയും കള്ളങ്ങൾ രവി പാർവതിയോട് പറഞ്ഞത്? എനിക്ക് നമ്മള് വേണ്ട. വാട്ട്? എനിക്കറിയാം രവി എന്താ മൂഡ് ഔട്ട് ആവുന്നേന്ന്. ഇത്രയും നേരത്തെ ഡ്രൈവ്, ഓരോ നിമിഷവും പാർവതിയെ വഞ്ചിക്കുന്നു എന്ന കുറ്റബോധം. എനിക്കില്ലേ കുറ്റബോധം? ദേവി, രവി കണ്ടിട്ടില്ല അല്ലേ എന്റെ പേരിന് പുറകിലുള്ള സർനെയിം? എന്റെ ഹസ്ബൻഡ് വെങ്കിടേഷ്. ഇപ്പോ അയാള് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് രാവിലെ ഡൽഹിക്ക് പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റോ രവി? നമ്മളെ കുറിച്ച് നിന്റെ ഭർത്താവ് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. തകർന്നു പോവാ എന്റെ അമ്മി. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ? അയാൾക്കെല്ലാം അറിയാം. What? എന്റെ കുഞ്ഞ് അയാളുടെ കയ്യിലാണ്. അയാൾ അവളെ കൊല്ലും. എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല ദേവി. നമ്മൾ ചെയ്തു പോയ പാപത്തിന് നമ്മൾ ഏറ്റുവാങ്ങുന്ന ശിക്ഷ അതാണ് അയാൾക്ക് വേണ്ടത്. അതിന് ഒന്നും പറയാത്ത എന്റെ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ വയ്യ.